ഇന്ന് സാത്താന്റെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് നിരാശ എന്ന് പറയുന്നത്. ഈ മലപ്പുറത്തുള്ള മരിയൻ ധ്യാന കേന്ദ്രത്തില് ഒത്തിരി അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ വന്നിട്ട് പറയും, അച്ഛാ എൻ്റെ മകൻ പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ എൻ്റെ മകള് പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ ഇന്റർവ്യൂ കിട്ടിയില്ല, കഥ കടിച്ച് മുറിയിലിരിക്കുകയാണ്, പുറത്തിറങ്ങുന്നേ ഇല്ല, നിരാശയാണ് നിരാശയാണ് നിരാശയാണ്. നിരാശ ശക്തമായ ആയുധമാണ് സാത്താന്റെ. ചിലപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങൾ കൊണ്ടൊക്കെ പരാജയപ്പെട്ടു പോയ ആളുകളെയൊക്കെ നിരാശ കൊണ്ടുവന്ന് വല്ലാതെ സാത്താൻ ഇങ്ങനെ ചങ്ങല കൊണ്ട് ബന്ധിക്കും. ചിന്തകള് ചങ്ങല കൊണ്ട് ബന്ധിക്കും. മനസ്സിനെയൊക്കെ ഇങ്ങനെ ചിന്തകള് നെഗറ്റീവ് തോട്ടുകൾ അയച്ച് വല്ലാതെ മുറുക്കും. അതുകൊണ്ട് നമ്മൾ നിരാശയിൽ അടിമപ്പെട്ടു പോയ വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? വചനം പറയുന്നുണ്ട്, യെശയ്യാ 59:1, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാൻ ആവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഉറച്ചു വിശ്വസിക്കണം, കർത്താവിന് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്നേ, കർത്താവ് നിന്നെ കേൾക്കുന്നുണ്ടെന്നേ. സങ്കീർത്തനം 56:8, അവിടെ നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, കർത്താവ് നിന്റെ അലച്ചിലുകളെല്ലാം എണ്ണിയിട്ടുണ്ട്. നീ നിരാശപ്പെട്ടു പോകരുത്. നിരാശയുടെ ഡെഫിനേഷൻ എന്താ? രക്ഷ അസാധ്യമാണെന്നുള്ളതാ. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ, ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയാണ് നിരാശ. ഇന്നലെ ഒരു സഹോദരിനെ ഞാൻ ഓഫീസിൽ വെച്ച് കാണുമായിരുന്നു. അപ്പൊ അവര് പറയുമായിരുന്നു, അച്ഛാ എത്ര പ്രാർത്ഥിച്ചിട്ടും സ്ഥലം വിറ്റു പോകുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കുടുംബത്തിലൊരു സമാധാനം വന്നില്ല, അതുകൊണ്ട് പ്രാർത്ഥന നിർത്തി, നിരാശ വിട്ടുപോയി. അങ്ങനെ ആയി പോകരുത്. കർത്താവ് എന്തിനാ നമുക്ക് ഓരോ സഹനങ്ങളൊക്കെ തരണേ? അത് നമ്മളെ ഒന്ന് അവിടുന്നിലേക്ക് ആശ്രയിപ്പിക്കാനും നമ്മളെ ഒന്ന് എളിമപ്പെടുത്താനും നമ്മളെ ഒന്ന് വിശദീകരിക്കാനും വേണ്ടിയാ. എന്നേക്കുമായിട്ട് നിന്നെ കുഴിയിലിട്ടേക്കുന്നതല്ല, മറിച്ച് ആ ഒരു സഹനത്തിലൂടെ നിന്നെയും എന്നെയൊക്കെ വിശദീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിരാശപ്പെട്ടു പോകരുത്. നീ ഒരു ഇന്റർവ്യൂവിന് 2ഉം 5ഉം ഇന്റർവ്യൂവിന് പരാജയപ്പെട്ടു, നിരാശപ്പെട്ടു പോകരുത്. ട്രൈ അഗെയിൻ. നീ പരീക്ഷയ്ക്ക് 1ഉം 2ഉം 3ഉം പ്രാവശ്യം തോറ്റു, നെവർ ഗീവ് അപ്പ്, ട്രൈ അഗെയിൻ. നീ വീണ്ടും പരിശ്രമിക്ക്. നിന്റെ ബിസിനസ് മെച്ചപ്പെട്ടിട്ടില്ല, ഡോണ്ട് വറി, നീ വീണ്ടും പരിശ്രമിക്ക്, കർത്താവിൽ ആശ്രയിക്ക്. കർത്താവിന് അപ്രാപ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. നിരാശയ്ക്ക് എടുത്തു മാറ്റ്. അടച്ചിട്ട മുറികളിൽ നിന്ന് നീ പുറത്തു വാ. നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകളിൽ നിന്നൊക്കെ ഈശോയിൽ ആശ്രയിച്ച് പുറത്തു വാ. നിരാശ വേണ്ട, പ്രത്യാശയോടെ വാ. റോമ 5:5, പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല. പ്രത്യാശ എന്ന് പറഞ്ഞത് ആരാ? ഈശോയാ. ഈശോയിൽ ആശ്രയിക്ക്, എഴുന്നേക്ക്, ഹോപ്പ്ഫുള്ളായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങാണ് എൻ്റെ പ്രത്യാശ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.